ഇതാണ് പായിലുള്ള എൻ്റെ സ്റ്റേ. ഇതൊരു ഹോസ്റ്റലാണ്, മിസ്ഫിറ്റ് ഹോസ്റ്റൽ ആൻഡ് ബാറും കൂടി ഉള്ളതാണ് ഈ ഭാഗത്തെ ബാറ്. അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്താനുള്ളതാണ്. പിന്നെ അതാ അവിടെ ചെറിയ സ്റ്റേജ് പോലെയൊക്കെ ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് ഞാൻ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി ആയിരുന്നു. ഇത് ഫ്രണ്ട് ഭാഗം. സോ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മേഹോൺസങ്ങിലേക്ക് എത്തുക, അവിടെ റെസ്റ്റ് ചെയ്യുക. സോ അവിടെ അങ്ങനെ ഇറങ്ങി പിന്നെ അടുത്ത ദിവസം ഇതേ വഴി തന്നെ തിരിച്ചു വരണം. ഇവിടുന്ന് മേഹോൺസങ്ങിലേക്ക് ഏകദേശം 104 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ടോട്ടൽ തിരിച്ച് വണ്ടി കൊടുക്കേണ്ട അവിടെ 235 കിലോമീറ്റർ ഉണ്ടാവും. വ്യൂ പോയിന്റിൻ്റെ പേര്. ചെറിയൊരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇനി അവിടെ ഒരു ബോർഡ് ഉണ്ട്, നോക്കട്ടെ അവിടെ പോയിട്ട്. ഓവറോളൊരു മാപ്പാണ്. ഇതിൽ മേഹോൺസങ് ഉണ്ട്. ഇത് ചിയാങ് മായ് പ്രോവിൻസ് ആണ്. ചിയാങ് മായ് പ്രോവിൻസിൽ നിന്ന് മേലെ പോയി കഴിഞ്ഞാൽ ആ കാണുന്നത് പായ് ഡിസ്ട്രിക്റ്റ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാങ് മഫ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഹോൺസങ്. ഈ ഭാഗത്താണ് മേഹോൺസങ് ഡിസ്ട്രിക്റ്റ്. സോ ഇത് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ചിയാങ് മായിൽ നിന്ന് നമ്മളങ്ങനെ മൊത്തത്തിൽ പായ് ടു മേഹോൺസങ് വരെ പോകുന്നുള്ളൂ. ശരിക്ക് മേഹോൺസങ് കുൻയാം ഡിസ്ട്രിക്റ്റിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് മേസാറങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്ന് അറിയില്ല. മേസാറങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നേരെ അതാ ഇതിൻ്റെ താഴെയുണ്ട് മേസാറങ്. ഈ മേസാറങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് വരിക. അതായത് കുഞ്ഞും ഡിസ്ട്രിക്റ്റിൽ നിന്ന് നേരെ മേസാറങ്ങിലേക്ക് വരിക. അവിടെ നിന്ന് നേരെ ചിയാങ് മായിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യുക. അത് ഈ ഭാഗത്തായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലൂപ്പ് വരിക. പക്ഷെ നമ്മൾ അത് മൊത്തത്തിൽ വരുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിയാങ് മായ് ടു പായ് ടു മേഹോൺസങ്, തിരിച്ച് അതേ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങും. ഇതിപ്പോൾ മൊത്തം കയറ്റമാണ്. ഇനിയിപ്പോൾ നാളെ തിരിച്ചിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ പറ്റും. സോ ദിസ് ഈസ് ദ ആക്ച്വൽ ലൂപ്പ്. ഇവിടത്തുള്ള അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായിൽ മെമ്മോറിയൽ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ പായ് കന്യൻ ഉണ്ട്, അത് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. സെയിംബോക്ക് വാട്ടർഫോളിൽ പോയിട്ടില്ല. ഹോട്ട് സ്പ്രിങ് നമ്മൾ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, സായിംഗം ഹോട്ട് സ്പ്രിങ്. അത് പക്ഷെ ഞാൻ പോയില്ല. ട്യൂബിങ് അറ്റ് പായ്, ടിപ്സി ട്യൂബിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ പായ് വാക്കിംഗ് സ്ട്രീറ്റ്, അത് 2 ദിവസം ഞാൻ ചുമ്മാ നടന്നു. പിന്നെ കുറേ ഇങ്ങനെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്ത്. നമ്മൾ പലതും പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ തായ്ലാൻഡിലെ ഒരു പട്ടിയാണ്. എന്നെ കണ്ടപ്പോൾ വാലാട്ടി. ടാറ്റ ഓട്ടെ, ഞാൻ ടാറ്റ. നീ വിടില്ല അല്ലേ? ഓക്കെ, ഇല്ല ഞാൻ പോട്ടെ. ഇപ്പോൾ
മേഹോൻസോങ്ങിൽ എത്തുന്നതിന് ഒരു 50 കിലോമീറ്റേഴ്സ് മുമ്പുള്ള ഒരു സ്ഥലത്താണ് നമുക്ക്. ഇതിപ്പം 9 മണി ആവാറായി. സോ ഹാഫ് വേ ആയി. ഇപ്പം പെട്ടെന്ന് നമ്മൾ എത്തും. ഏകദേശം ഒരു 1.5 hours നമ്മൾ എത്തും. തിരിച്ചു വരുന്ന സമയത്തും ഏകദേശം ഈ റൂട്ട് തന്നെയാണ് എടുക്കുന്നത്. 1 മണിക്ക് മുമ്പ് എനിക്ക് ചിയാങ് മായ് എത്തണം. അപ്പം നമുക്ക് ഏകദേശം കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ഇറങ്ങണം. ആദ്യമായിട്ടൊരു ഹമ്മർ മിലിറ്ററി വേഷം കാണുന്നു. വണ്ടി അത്യാവശ്യം നല്ലതാണ്. ക്ലിക്ക്, ഹോണ്ടയുടെ ക്ലിക്ക്. നമ്മുടെ നാട്ടിലില്ല ഈ സാധനം, പക്ഷേ 125 cc ആണ്. രസമുണ്ട് വണ്ടി ഓടിക്കാനും, നല്ല പിക്കപ്പും ഉണ്ട്. ഇനിയിപ്പോൾ കഴിച്ചിട്ട് മെല്ലെ ഇറങ്ങാം. ഇതാണ് മേഹോൻസോങ് ചേംബർ ഓഫ് കൊമേഴ്സ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അതായത് ഇവിടെ വന്ന് കണക്ട് ചെയ്യാൻ നമുക്ക്. ഇതിന് 60 ബാത്താണ്. സോ ഇതിൻ്റെ ലൂപ്പ് എന്ന് പറയുന്നത് ചിയാങ് മായ് മേസാരങ് മേഹോൻസോങ് ക്ലോക്ക് വൈസ് ആണ്. ഇതിന് 1864 കോഴ്സ്. അതല്ലാത്തപ്പോൾ ഞാൻ വന്ന വഴി ചിയാങ് മായ് പായ് മേഹോൻസോങ് ആണെങ്കിൽ 2224 പേഴ്സുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള കേഴ്സാണ് മേഹോൻസോങ് 4088 പേഴ്സാണ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ ഒന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുടെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ സ്റ്റിക്കർ വിട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണുമോ? സോ നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, 2224 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്പർ 2940. ഇങ്ങോട്ട് വരുന്നവർ യു ക്യാൻ ടേക്ക് ഇറ്റ്. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ടൈലി സ്റ്റേസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഒരു ഹോസ്റ്റലാണ്, ബട്ട് ഒരു ബംഗ്ലാവ് ടൈപ്പ്. പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുന്നു. കാരണം എന്നാൽ ഒരു മഴക്കോളൊക്കെ ഉണ്ട്. പറയുന്നത് നാളെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്.